ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു കരിപ്പോട്ട് കഷായമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ചുമയ്ക്കും ശരീരവേദനയ്ക്കും അത്യുത്തമമായ ഒരു കഷായമാണ് കരിപ്പോട്ട് കഷായം. അതിനായിട്ട് യേശങ്ങിൻ്റെ ഇല ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു യേശങ്ങില. അതും പിന്നെ നൊച്ചിയില, അതും ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് ഒരു പുരയിടത്തിലുണ്ടായിരുന്നു. അതും എടുത്തു. നൊച്ചിയില അതിൻ്റെ തണ്ടിനൊക്കെ ഒരു നീല കളറാണ് വരുന്നത്. ഇലയുടെ അടിഭാഗം നല്ല നീല കളറാണ്. നല്ലൊരു ഔഷധമാണ്, അതെടുക്കാം. പിന്നെ ആടലോടകം എന്ന് പറയുന്ന ഒരു ഇല, അത് നമുക്ക് ചുമയ്ക്ക് നല്ലൊരു ഔഷധമാണ്. അതും എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് 3-4 ഇല കഴുകിയെടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലി, പച്ചമല്ലി, രണ്ട് ഏലക്കായ, 3 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി. ആ യശങ്ങിൻ്റെ ഇല നമുക്ക് നുള്ളിയെടുക്കാം. അതിൻ്റെ ഒന്ന് മടക്കി എടുത്തിട്ട് അതിൻ്റെ മൂട്ടിൽ നിന്ന് പതുക്കെ വിരിച്ച് അതിൻ്റെ ആ ഞരമ്പ് കളയാവുന്നതാണ്. അടിയിൽ നല്ല മൂർച്ചയുള്ള മുള്ളുകളാണ് ഉള്ളത്. കയ്യിലൊക്കെ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ കയ്യിൽ പൊത്ത് കയറും. നല്ലൊരു ഔഷധമാണ്. ഇത് മാത്രം കരിപ്പൊട്ടിയിലിട്ട് നമ്മൾ മിക്സിയിലടിച്ച് കരിപ്പൊട്ടിയിലൊഴിച്ച് കഴിച്ചാൽ പോലും നല്ല ചുമയ്ക്കും കഫക്കെട്ടിനും ഒക്കെ നല്ലതാണ്. ഞാൻ എൻ്റെ കുട്ടികൾക്കൊക്കെ ഇതാണ് കൊടുക്കുമായിരുന്നു. ചെറുതിലെ കൂടുതലും ഞാൻ ഇങ്ങനെയുള്ള മരുന്നുകൾ അവർക്ക് കൊടുക്കുമായിരുന്നു. ഞാനും കുടിക്കും. എൻ്റെ ഭർത്താവിനൊക്കെ ചുമ വന്നാൽ ഞാൻ ഈ ഔഷധമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പം എൻ്റെ നാത്തൂന് നല്ല ചുമയായതുകൊണ്ട് അവൾ പോലീസിൽ ജോലിയുണ്ട്, ഒക്കെ അങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് കഷായം ഉണ്ടാക്കി വയ്ക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ആ നൊച്ചിയില നന്നായി അരിഞ്ഞ് വയ്ക്കുക. എന്നിട്ട് ആടലോടകത്തിൻ്റെ ഇല 3-4 ഇല എടുത്ത് അതും ഇതുപോലെ പാത്രത്തിൽ അരിഞ്ഞ് ഇടുക. നന്നായി കഴുകിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം നൊച്ചി ഇലയാണ് അരിഞ്ഞിട്ടത്. ഇത് ആടലോടകത്തിൻ്റെ ഇല. നമ്മൾ കടയിൽ നിന്നൊക്കെ ചുമയ്ക്കുള്ള മരുന്ന് വാങ്ങിച്ച് കഴിച്ചാൽ എത്ര പെട്ടെന്നൊന്നും ചുമ കുറയില്ല. ഇത് നല്ലൊരു ഔഷധമാണ്. ഇതൊന്ന് ശരിയാക്കി കുട്ടികൾക്കായാലും നമുക്കായാലും ഉപയോഗിക്കാവുന്നതാണ്. കുറയും, ചുമ നന്നായിട്ട് കുറയും. ഈ യശങ്ങിൻ്റെ ഇല നമുക്ക് മിക്സിയിലൊന്ന് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നന്നായി അടിച്ചെടുക്കാം. അത് ഒരു ചെറിയ പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. അത് 1 സ്പൂൺ വെച്ച് നന്നായി പ്രസ് ചെയ്ത് അതിൻ്റെ നീര് എടുക്കാവുന്നതാണ്. ഞാൻ ഈ ചെടികളുടെ പേര്, അതായത് ഈ ഇല എടുത്ത ചെടികളുടെ പേര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. നിങ്ങളത് നോക്കി ഇതൊക്കെ എടുക്കാവുന്നതാണ്. നന്നായി പ്രസ് ചെയ്ത് ആ നീരെല്ലാം എടുക്കാം. വെച്ചിരിക്കുന്ന കുരുമുളകും, 1 ടേബിൾ സ്പൂൺ കുരുമുളകും, മല്ലിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഏലക്കായും മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അരയ്ക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. ചതച്ചാൽ മതി.
ഇത് ഞാൻ 1/2 കിലോ കരിപ്പൊട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പകുതി കരിപ്പൊട്ടി കൂടെ ചേർക്കാം. പിന്നെ കൃഷ്ണ തുളസി ഇല ഒരു പിടി ഇല്ല, കുറച്ച്, ഒരു 3-4 തണ്ട് ഞവരയില ഇതിലേക്ക് ഇടാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആടലോടകവും മച്ചിയിലയും ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഒരു 200 ഗ്രാം കരിപ്പൊട്ടി ഇതിലേക്ക് ചേർക്കാം. പിന്നെ നമ്മൾ മിക്സിയിലൊന്ന് ചതച്ചെടുത്ത ചേരുവകൾ മല്ലി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് എല്ലാം കൂടി ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കാം. ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം. അത് അടുപ്പ് കത്തിച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇത് കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ്. അത് അപ്പോഴും ഇലയൊക്കെ ഒരു ഇലയൊക്കെ മതിയാവും കുട്ടികൾക്ക് തിളപ്പിക്കുമ്പോൾ. നമ്മൾ ചുമയുടെ മരുന്നൊന്നും വെളിയിൽ നിന്ന് കുട്ടികൾക്ക് വാങ്ങിച്ച് കൊടുക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇത് ചെറുതായിട്ട് അളവ് കുറച്ചെടുത്ത് അവർക്കും കൊടുക്കാവുന്നതാണ്. ഇത് ഏത് കുറയാത്ത ചുമയും ഇത് കഴിക്കുമ്പോൾ കുറയുന്നതാണ്. നമ്മൾ നേരത്തെ അരച്ച് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന യശങ്ങിൻ്റെ ലിക്വിഡ് കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി അധികം തിളപ്പിക്കണ്ട. ഇതൊരു അരിപ്പയിലൊഴിച്ച് ഒരു കപ്പിലേക്ക് അരിച്ചൊഴിക്കാവുന്നതാണ്. എല്ലാവരും ഇത് ചുമയൊക്കെ വരുമ്പോൾ അത് ചെയ്ത് നോക്കണം. നല്ലൊരു ഔഷധമാണ്. നമ്മൾ കടയിൽ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും മരുന്ന് വാങ്ങി കഴിക്കണ്ട. ഇത് കഴിച്ചാൽ ഒരുവിധം എല്ലാ ചുമയും കുറയുന്നതാണ്.